വ്യാപകമായി സ്കൂൾ അധ്യാപകർ വലിയ ഭീഷണിയിലാണ്. രാജ്യത്താകമാനം സ്കൂൾ അധ്യാപകർ വലിയ ഭീഷണിയിലാണ്. കേരളത്തിൽ തന്നെ 30,000-നും 50,000-നും ഇടയ്ക്ക് ടീച്ചർമാർ പെരുവഴിയിലാകുമോ, അവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്നുള്ള വലിയ ആശങ്കയിലാണ് കേരളത്തിൽ നിൽക്കുന്നത്. വിഷയം വളരെ ലളിതമാണെന്നാൽ സങ്കീർണമാണ്, അതിസങ്കീർണമാണ്. 2008-9 കാലഘട്ടത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം വന്നു. കസ്തൂരി രംഗൻ ചെയർമാനായിട്ടുള്ള ഒരു നയമാണ്. അവർ കൊടുത്ത റിപ്പോർട്ടിലെ നയങ്ങൾ അതിപ്പോൾ കുറേശ്ശെ വന്ന് PM ശ്രീ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നയമായിരുന്നു ടീച്ചർമാർ ടെറ്റ് പാസ്സാവണം, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പുതിയ നിയമം വെച്ചാൽ നിലവിലുള്ളവർക്ക് അത് ബാധകമാക്കാറില്ല. നിലവിലുള്ളവർക്ക് അത് ഒഴിവാക്കി കൊടുക്കും. പിന്നെ പുതിയ വരുന്നവർക്കാണ് ഈ ഡിഗ്രികൾ അഡീഷണൽ ഡിഗ്രി വയ്ക്കുകയും അഡീഷണൽ ടെസ്റ്റ് പറയുകയും ചെയ്തു. പക്ഷേ ഈ കേസിൽ അത് പെട്ടുപോയി ടീച്ചർമാരും സാറന്മാരും. നിലവിലുള്ളവരും ടെറ്റ് പാസ്സാവണം. 5 വർഷത്തിന് കൂടുതൽ സർവീസ് ഉള്ളവർ എന്ന് പറഞ്ഞാൽ 51 വയസ്സുള്ളവർ, 56 വയസ്സാണ് പെൻഷൻ പ്രായമെങ്കിൽ 51 വയസ്സുള്ളവർ വരെ ടെറ്റ് എഴുതിയേ പറ്റുള്ളൂ. നേരത്തെ 2 വർഷത്തിനകത്ത് എഴുതിയെടുക്കണം. അതായത് 49 വയസ്സുകാരൻ 51 വയസ്സിനകത്ത് എഴുതിയെടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് പ്രമോഷനും ഇൻക്രിമെൻറ്റും പല കാര്യങ്ങളും തടസ്സപ്പെടും. ചിലപ്പോൾ ജോലി തന്നെ തടസ്സപ്പെട്ടേക്കാം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ അതിനെ ഒരു 3 വയസ്സാക്കിയിട്ടുണ്ട്, 3 വർഷമാക്കിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു 49 വയസ്സിൽ 5 വർഷം സർവീസുള്ളവർ എഴുതണ്ട, കുറച്ച് സർവീസുള്ളവർ എഴുതണ്ട, 51 വയസ്സ് കഴിഞ്ഞവർ എഴുതണ്ട, 51 വയസ്സിന് മുമ്പോട്ടുള്ളവർ 48 വരെ ആയവർക്ക് എഴുതാം. 51 വയസ്സിനകത്ത് അവർ അത് എഴുതിയെടുക്കണം. പിന്നെ 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 51 വയസ്സ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പക്ഷെ 51 വയസ്സിന്, അതായത് 48 വയസ്സിൽ ഇപ്പോൾ പ്രായമുള്ള ആളുകളെല്ലാം ഇത് എഴുതിയെടുത്തേ കഴിയൂ. പിന്നെ ബാക്കി ബാക്കിലോട്ട് പ്രായമുള്ളവരും 3 വർഷത്തിനകത്ത് ഇത് എഴുതിയെടുക്കണം എന്നൊരു നിയമമാണ്. വളരെ കർശനമായ ഒരു നിയമമായിട്ടത് കോടതിയും പറയുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ളൊരു വിഷയം. സുപ്രീം കോടതിയുടെ ഡിവിഷണൽ ബെഞ്ച്, 3 അംഗങ്ങളുള്ള ബെഞ്ച് വളരെ കൃത്യമായി പറഞ്ഞു, ഇത് കൃത്യമായിട്ടുള്ള സർക്കാരിൻ്റെ ഒരു നയമായിട്ട് തന്നെ എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ 2008 വിദ്യാഭ്യാസ നയം വന്നപ്പോൾ കേരള സർക്കാരാവട്ടെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പാവട്ടെ, സർവീസ് സംഘടനകളുടെ വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇത് ഇത്രയും സീരിയസ് ആവുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ എങ്കിൽ പോലും കേസെല്ലാം കൊടുത്തു. കേരള ഗവൺമെൻറ് കേസ് കൊടുത്തിട്ടുണ്ട്, KSTക്കാർ കേസ് കൊടുത്തു, ഒരുപാട് സംഘടനകളും വ്യക്തികളൊക്കെ കേസ് കൊടുത്തു. ഒരുപാട് കേസുകൾ ഇന്ത്യയിൽ വന്നു. ഈ കേസെല്ലാം കൂടി എടുത്തിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്, ഇനി ആരും കേസൊന്നും കൊടുക്കണ്ട, ഇത് വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്. അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞപ്പോഴാണ് പിന്നെ ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഹൈക്കോടതിയിൽ പോലും പെട്ടെന്ന് ഡിസ്പോസായി പോകുന്നു. ഹൈക്കോടതിയും ഈ കേസെടുക്കുന്നില്ല. കാരണം സുപ്രീം കോടതി ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അതൊരു പ്രസിഡൻ്റായി എടുത്തുകൊണ്ട്, ഒരു കീഴ്വഴക്കമായി അല്ലെങ്കിൽ ഒരു ഓർഡറായി എടുത്തുകൊണ്ട് ഹൈക്കോടതികൾ ഇത് സംബന്ധിച്ച കേസുകൾ പെട്ടെന്ന് തീർപ്പാക്കുകയാണ്. അപ്പോൾ വളരെ വലിയ ഒരു പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ പോയിരിക്കുന്നത്, പിന്നെ അധ്യാപകർ പോയിരിക്കുന്നത്. ഇതിനകത്ത് പ്രതിസന്ധി കൂടാൻ പോകുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പലർക്കും നെറ്റും സെറ്റും ഒന്നും കാണണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ വ്യാപകമായി ടെമ്പററി അധ്യാപകർ, പിന്നെ അതുപോലെ തന്നെ ഗസ്റ്റ് ഫാക്കൽറ്റികൾ, ദിവസക്കൂലി അധ്യാപകർ, കരാറുകാർ, അങ്ങനെ വ്യാപകമായ രീതിയിൽ അധ്യാപക നിയമനം നടക്കുന്നുണ്ട്. ഈ അധ്യാപക നിയമനത്തിലെല്ലാം ടെറ്റ് ഒരു പ്രധാന ഘടകമാക്കി വച്ചാൽ എംപ്ലോയ്മെൻറ്റിൽ നിന്ന് പോലും ഒരാളിന് ജോലി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം വരും. ഇത് എഫിഷ്യൻസി കൂട്ടാനാണ് എന്ന് പറഞ്ഞാൽ താത്വികമായി ശരിയാണ്. പക്ഷേ 50 വയസ്സിനോട് അടുക്കുന്ന 10-20 വർഷം സർവീസ് ചെയ്തിട്ടുള്ള ഒരാൾ വീണ്ടും ഒരു ടെസ്റ്റ് പാസ്സായാൽ ക്വാളിറ്റി വർദ്ധിക്കും എന്ന് പറയുന്നതിനകത്തൊരു ഇല്ലോജിക്കുണ്ട്, ലോജിക്കില്ലായ്മയുണ്ട്. അവർക്ക് റിഫ്രഷ്മെൻറ്റ് കോഴ്സുകളും കൂടുതൽ കാര്യങ്ങളും കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇത്രയും വർഷം നിരവധി വർഷം ജോലി ചെയ്തവരെ വീണ്ടും ഒരു ടെസ്റ്റിന് വിധേയമാക്കി ആ ഒരു ടെസ്റ്റിലൂടെ അവരെ കഴിവളക്കാം എന്ന് പറയുന്നത് എത്ര കണ്ട് ശരിയാകുമെന്ന് നമുക്കറിയില്ല. കാരണം ടെസ്റ്റ് വലിയ മാസ്മരിക ടെസ്റ്റൊന്നുമല്ലല്ലോ, റിട്ടൺ ടെസ്റ്റോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ടെസ്റ്റോ ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ എന്നുള്ള വേറെ തരം ടെസ്റ്റ് അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സ്കില്ലും കഴിവും ആറ്റിറ്റ്യൂഡും മനോഭാവവും ക്യാരക്ടറും ഒക്കെ എങ്ങനെയാണ്, അധ്യാപനത്തോടുള്ള താല്പര്യമൊക്കെ എങ്ങനെയാണ് ഈ ടെസ്റ്റിലൂടെ പുറത്തു കൊണ്ടുവരിക എന്ന് നമുക്കറിയില്ല. എന്തായാലും വളരെ വലിയൊരു കൊടിയ ഒരു പാതകമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. വലിയ തിരിച്ചടിയാണ് അധ്യാപകരെ സംബന്ധിച്ച്. അവർ ഇപ്പോൾ കേരള എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ സെൽഫ് ഫിനാൻസിങ് സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളിലെ അധ്യാപകരും എല്ലാം ഇതിനകത്ത് മുന്നിൽ വന്നിട്ടുണ്ട്. വളരെ വലിയൊരു പ്രതിസന്ധിയാണുള്ളത്. എങ്ങനെ ഇത് മറികടക്കുമെന്നറിയില്ല. കാരണം സുപ്രീം കോടതിയുടെ വിധിയാണ്, അതത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുന്നതല്ല. സുപ്രീം കോടതി പറഞ്ഞാൽ പിന്നെ ഹൈക്കോടതികൾക്കും വലുതായിട്ടൊന്നും ചെയ്യാനില്ല. എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.